മലയാളം എങ്ങനെ പഠിക്കാം? മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. പഠിക്കുന്നതെല്ലാം ഏകദേശം ഒരുപോലെയാണ്, കളക്ട് ചെയ്യുന്ന നോട്ടും ഒരുപോലെയാണ്. പക്ഷെ എന്തുകൊണ്ട് ചിലരെങ്കിലും മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമസ്കാരം. അപ്പോൾ കേട്ടിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളോട് മലയാളം എങ്ങനെ പഠിക്കാം? ഈ അവസാന നിമിഷമാണല്ലേ, നമ്മൾ ശൈലിയിലൊക്കെ പഠിക്കണ പോലെ 12-ാം മണിക്കൂർ എന്ന് പറയും. അവസാന സമയം 11-ാം മണിക്കൂർ എന്നും 12-ാം മണിക്കൂർ എന്നും പറയുന്ന ശൈലിയുണ്ട്. അതായത് അവസാന സമയം എന്ന് പറയാം, പരീക്ഷയോട് അടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരള PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയിലെ ഏറ്റവും മോട്ടിവേഷൻ തരുന്ന വരികളാണല്ലേ. ഓരോ വ്യക്തികൾക്കും ഉണ്ട് ദൂരം ഒരുപാട് താണ്ടാൻ. അധ്യാപകരാകുക എന്ന ആ മനോഹര സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ, സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേറ്ററ്റ്. ഈ കേറ്ററ്റ് പരീക്ഷയിൽ മലയാളത്തിന് 30ഓളം മാർക്കുകൾ കരസ്ഥമാക്കാനുണ്ട്. ഈ മാർക്കുകൾ കരസ്ഥമാക്കുന്നതിനുള്ള എളുപ്പവിദ്യയൊക്കെ നമ്മൾ ക്ലാസ്സിൽ റിവിഷനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആത്മസംയമനമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ടെൻഷൻ ഒഴിവാക്കി, മാനസിക സമ്മർദ്ദം ഒഴിവാക്കി പരീക്ഷയെ സമീപിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന, നമ്മൾ എഴുതുന്ന പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ആദ്യത്തെ മാർഗം. കേറ്റിട്ട് കിട്ടുമോ, അത് കഴിഞ്ഞ് എനിക്ക് LP UP ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അത് കഴിഞ്ഞ് എനിക്ക് അധ്യാപികയായും അധ്യാപകനായും കയറാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആദ്യം മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും വിശദമായി മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കണം. ഇതിന് മുന്നോടിയായി ആദ്യം വേണ്ടത് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തു വന്നാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാനസിക സമ്മർദ്ദമില്ലാതെ ഏറ്റവും കൂളായിട്ട് മനസ്സിലേക്ക് ആവാഹിക്കുകയുള്ളൂ നിവൃത്തി. നമ്മൾ ക്ലാസ്സിൽ പദ്യ അവതാരണവും ഗദ്യ അവതാരണവും പറഞ്ഞിരുന്നു അല്ലേ. മുൻകൂട്ടി കാണാതെ പഠിക്കേണ്ടാത്ത ഒരു ഘടകമാണത്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കവിതയും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പാരഗ്രാഫും നമുക്ക് തരും. അതിൽ നിന്ന് 3ഓ 4ഓ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ മാതൃക നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ മാതൃക അനുസരിച്ച് 5-6 മാർക്ക് നമുക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതാണ് അല്ലേ. പിന്നെയുള്ളത് നമ്മൾ പഠിച്ച ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെയാണ്. ആ ശൈലികളും പഴഞ്ചൊല്ലുകളും അത്യാവശ്യം വൊക്കാബുലറി പാർട്ടായ പര്യായവും വിപരീതവും അതുപോലെ തന്നെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക ഒക്കെ എഴുതുമ്പോൾ അതും സ്വായത്തമാകും. അപ്പം നമ്മളിവിടെ ടെൻഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. 80% ഉദ്യോഗാർത്ഥികളും പഠിക്കുന്നതെല്ലാം ഏകദേശം ഒരുപോലെയാണ്, കളക്ട് ചെയ്യുന്ന നോട്ടും ഒരുപോലെയാണ്. പക്ഷെ എന്തുകൊണ്ട് ചിലരെങ്കിലും മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തെയും ആത്മസംയമനത്തോടെ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാനുള്ള കഴിവ് കൂടി ഇത്തരം പരീക്ഷകളിൽ ആവശ്യമാണ്. ഇപ്പോൾ കേറ്ററ്റ് എന്നത് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണെന്ന് വളരെ ഈസിയായി മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക. ഇത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കുക. നമ്മളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് ചിന്തിക്കരുത്. നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി പല കുട്ടികളും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ തവണ കേറ്ററ്റ് എഴുതി എന്നിട്ടും കിട്ടിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ ഒരു ഭൂതകാലത്തെക്കുറിച്ചോർത്ത്, നഷ്ടപ്പെട്ടു പോയ പരീക്ഷയെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ട സമയം അല്ലിപ്പോൾ. നേടേണ്ടതിനെക്കുറിച്ച്, നേടിയെടുക്കേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. കിട്ടിയ നോട്ടുകൾ ഏറ്റവും നന്നായി വർക്കൗട്ട് ചെയ്യുക. കിട്ടിയ റിവിഷൻ ഒന്നുകൂടി എടുത്ത് നോക്കുക. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേറ്ററ്റ് പരീക്ഷയുടെ അതേ ചോദ്യ പേപ്പർ വെച്ച് തന്നെയാണ് ക്ലാസ്സിൽ റിവിഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആ റിവിഷൻ ചോദ്യങ്ങൾ ഒന്നുകൂടി, അതായത് ആവർത്തിച്ച് റിവിഷൻ ചോദ്യങ്ങൾ ചെയ്യുക. നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുന്നോട്ട് കുതിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ പരീക്ഷയിൽ എക്സാം ഹാളിലേക്ക് നമ്മൾ ചെല്ലുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ഏറ്റവും ആത്മസംയമനം പാലിച്ച് തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നു. അവിടെ
ടെൻഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടെൻഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഠിച്ചതിൻ്റെ 80% മറന്നു പോകുന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ക്രാക്ക് ചെയ്ത കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പദം വരിക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. പഠിച്ച കാര്യങ്ങളെ പദം വരുത്തി മനസ്സിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് മുൻകൂട്ടി പഠിച്ചു വെക്കേണ്ടാത്തതാണ് ഗദ്യ അവതാരണവും പദ്യാവതാരണവും. ഏകദേശം 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. അത് ആദ്യം അറ്റൻഡ് ചെയ്യൂ, അപ്പോഴേക്കും ഒരു കോൺഫിഡൻസ് വരുമല്ലോ. അത് കഴിഞ്ഞ് സാഹിത്യത്തിലേക്കും ഒക്കാബുലറിയിലേക്കും പോയാൽ മതി. അങ്ങനെ നമുക്ക് ആ ഒരു പരീക്ഷയെ മലയാളത്തിൻ്റെ മാർക്ക് ഫുള്ളും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കേറ്ററ്റ് പരീക്ഷ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അധ്യാപകരാകുക എന്നുള്ള നമ്മുടെ ആ മനോഹര സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തരുത്. തന്നിട്ടുള്ള നോട്ടുകൾ ഏറ്റവും ഭംഗിയായി തന്നെ പഠിക്കുക. റിവിഷൻ പാഠഭാഗങ്ങൾ, റിവിഷൻ എടുത്ത ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണുക. റിവിഷനിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ സൈലം PSCയുടെ യൂട്യൂബ് ചാനലുകളുണ്ട്, സൈലം ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലുകളുണ്ട്. രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മലയാളം ക്ലാസ്സുകൾ നമ്മൾ ഗുരു ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ PSC ചാനൽ, രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിട്ടുന്നിടത്തോളം സോഴ്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ടെൻഷൻ ഒഴിവാക്കുക. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ ഉഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്ന കവിത മനസ്സിലേക്ക് എടുക്കുക. ദൂരം ഇനിയും ഒരുപാട് താണ്ടേണ്ടതുണ്ട് എനിക്ക് എന്ന് പറയുന്നിടത്ത് കടമകളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുതരുന്നു. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. കേറ്ററ്റ് ക്രാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് LP UP എന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കണം. അത് നേടിക്കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവീകമായ ജോലി എന്ന് പറയുന്ന അധ്യാപക ജീവിതത്തിലേക്ക് കടന്നെത്താൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും കഴിയട്ടെ. അതിന് കേറ്ററ്റ് ആദ്യത്തെ ഒരു ചുവടുവയ്പ്പായിട്ട് നല്ല ഈസി ആയിട്ട് നടന്നു കയറാൻ സാധിക്കട്ടെ. അത് കഴിഞ്ഞ് LP UPക്ക് വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാം. ശരി, ബൈ.